ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ സമ്പത്ത് രണ്ടാം ഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് പോയി. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും സമ്പത്ത് വാഹന പ്രചരണം നടത്തും. സമ്പത്തിന്റെ പ്രചരണ വിഷയങ്ങൾ കാണും. ആറ്റിങ്ങലിലെ ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെ തോന്നുന്നു? ഇത് രണ്ടാം ഘട്ടം 21 ദിവസം ഈ ജീപ്പിൻ്റെ മുകളിലായിരിക്കും. ഈ പ്രവർത്തകരോടൊപ്പം ഞാനും 7 നിയമസഭാ മണ്ഡലങ്ങൾ 3 ദിവസം വെച്ച് എത്താവുന്നിടത്തോളം പരമാവധി സ്ഥലങ്ങളിലെത്തി ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അത് പറയുക, പരമാവധി ജനങ്ങളെ കാണുക, ഞങ്ങൾക്കെതിരായി നിന്നിരുന്ന ആളുകളോടടക്കം ഞങ്ങളുടെ രാഷ്ട്രീയം പറയുക. ഈ ചുമതലയാണ്, ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ മീഡിയ വൺ എന്നോടൊപ്പം വന്നു ചേർന്ന ഇവിടെ ഈ പോത്തൻകോട് പ്ലാമൂട് എന്ന സ്ഥലം മുമ്പ് RSSൻ്റെ സംഘപരിവാറിൻ്റെ ഭീകരതാണ്ഡവം അരങ്ങേറിയ സ്ഥലമാണ്. ഇവിടുത്തെ നിരവധി ഭവനങ്ങൾ അവർ ആക്രമിക്കുകയും കൊള്ള നടത്തുകയും ചെയ്തതാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതടക്കമുണ്ട്. ഈ നാട്ടുകാർക്ക് സംരക്ഷണമായി നിന്നത് ഞങ്ങളാണ്, ഇടതുപക്ഷമാണ്, CPIM ആണ്. ഈ പ്രദേശത്തെ ജനതയ്ക്ക് അവരുടെ എല്ലാം ജാതിയും മതവും നോക്കാതെ അവർക്ക് സംരക്ഷണം നൽകി, ജീവന് സംരക്ഷണം നൽകി, മാനത്തിന് സംരക്ഷണം നൽകി, അവരുടെ വസ്തുക്കൾക്ക് സംരക്ഷണം നൽകിയതെല്ലാം ചങ്ക് കൊടുത്തു നിന്നത് CPIMൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്നതായിട്ടുള്ള സംഘപരിവാറിന് വളരെ സ്വാധീനമുണ്ട് എന്നവർ അഭിമാനിക്കുന്ന ഈ പ്ലാമൂട്ടിൽ പോലും ഇത്തരത്തിൽ ജനങ്ങൾ, കുട്ടികൾ സഹിതം ഞങ്ങളെ സ്വീകരിക്കാനായി വന്നത്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ജനങ്ങളിൽ ഒരാളായി തന്നെ നിലകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രം, എല്ലാം ജനങ്ങളാണ് വിലയിരുത്തുന്നത്, അവരാണ് വിധി എഴുതുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് അത് നിങ്ങൾ അറിയുക. നാടിൻ്റെ സ്പന്ദനം നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോ ഘട്ടം കഴിയുമ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയാണോ ജനങ്ങളുടെ ഒരു സ്വീകരണം കണ്ടിട്ട്? കൃത്യമായ ബോധം ഇവിടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അത്തരത്തിൽ ജാഗ്രതയും സത്യസന്ധതയും പുലർത്താനും ആ കർമ്മനിരതനായി തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുന്നത് പോലെ 24/7 എന്ന് പറയുന്നത് പോലെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെ, ഒരു ഭടനെ പോലെ, ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്തത് ലോക്സഭയിലേക്കാണ്. ലോക്സഭ ജനങ്ങളുടെ സഭയാണ്. അവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാനും നാടിൻ്റെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാനും ഏതെല്ലാം രീതിയിലുള്ള പാർലമെൻ്ററി നടപടിക്രമങ്ങളെ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ കൃത്യമായി അത് പഠിച്ചിട്ടുണ്ട്, അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പാർലമെൻ്റ് അംഗം എന്ന നിലയിലാണ് അവരെന്നെ കണ്ടിട്ടുള്ളത്. അതിന് അവരോട് അങ്ങേയറ്റത്തെ കടപ്പാട് തന്നെയാണുള്ളത്. ആദ്യഘട്ടത്തിൽ 18,000 ആയിരുന്നു ഭൂരിപക്ഷം. രണ്ടാം ഘട്ടമായപ്പോൾ 69,000-ലേക്ക് എത്തി. ഇത്തവണ അതിൽ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇനിയും നൽകുന്നത് വളരെ സന്തോഷം. അതിനപ്പുറമായി എല്ലാ വോട്ടുകളും LDF എന്നുള്ള നിലയിലേക്ക് ലഭിക്കുന്നതും സന്തോഷം. സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം നൽകിക്കൊള്ളുക. കാരണം ഇതെല്ലാം നിങ്ങൾ തന്നെയാണ്. ഇത് ഈ പാർലമെൻറ്റിലേക്ക് നിങ്ങളുടേതായ ശബ്ദം, നിങ്ങളുടേതായ സാന്നിധ്യം അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, അതിനുവേണ്ടിയുള്ള പടയോട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, ഞങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറല്ല. ഈ വിലക്കെടുക്കാൻ, ഇടതുപക്ഷത്തെ വിലക്കെടുക്കാനായി കഴിയില്ല എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. MLA-മാരും MP-മാരും എല്ലാം വിൽപ്പന ചരക്കാക്കി ഈ ലോഡ് കണക്കിന് നോട്ടുകെട്ടുകൾ കൊടുക്കുമ്പോൾ നിന്ന നിപ്പിൽ ആളുകൾ മാറുന്നതും കുപ്പായം മാറുന്നതിനേക്കാൾ ലാഘവത്തോടു കൂടി രാഷ്ട്രീയം മാറുകയും കൊടി മാറുകയും ചെയ്യുന്നതും ഈ രാവിലെ ഒരു പാർട്ടിയുടേതായ നേതാവും രാത്രിയാകുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ നേതാവുമായി മാറുകയും എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുക, ഇടതുപക്ഷം ഹൃദയം മനുഷ്യൻ്റെ ഇടതുപക്ഷത്ത് തന്നെയാണ്, എപ്പോഴും ഇടത്ത് തന്നെയാണ്, അത് ഇടത്ത് തന്നെ ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മനുഷ്യനായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും എ സമ്പത്ത് തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ ജാഥയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട്.